ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അവിടെ ആകയാൽ therefore എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ വാക്യമാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആകയാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ അതിന് മുൻപുള്ള വാക്യം ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ടാണ് പറയുന്നത് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീനെന്ന്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ ആണ് ഈ വക കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അത് കൃപയുടെ സുവിശേഷം ആണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് നമുക്ക് ഈ കൃപ, അതായത് ദൈവത്തിൻ്റെ കൃപയാലാണ് നാം വിശ്വാസത്താലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിലുള്ള വിശ്വാസത്തിൽ? കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി നാം അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു നമ്മെ ശിക്ഷയിൽ നിന്നും ഉള്ളവരാക്കി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ യാഗത്തിലും പുനരുത്ഥാനത്തിലും നാം വിശ്വസിച്ച് കഴിയുമ്പോൾ നാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീരുകയാണ്. അപ്പോൾ നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്വന്തം രക്തത്താലെയാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നാം നമുക്കുള്ളവരല്ല, പിന്നെ ആർക്കുള്ളവരാണ്? ദൈവത്തിനുള്ളവരാണ് നാം. അപ്പോൾ നാം ദൈവത്തിനുള്ളവരാണെങ്കിൽ നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്ന് വെച്ചാൽ ആ ശരീരം ഇനി നമുക്കുള്ളതല്ല. ശരീരമെന്ന് പറയുന്നത് നമ്മുടെ പ്രാണനും ആത്മാവും അതിൽ വസിക്കുന്നു. അപ്പം ഈ നമ്മുടെ ആത്മാവും പ്രാണനും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ, അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, അതായത് ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ടാണ് ദൈവം നമ്മെ സ്വന്തമാക്കി തീർക്കുന്നത്. അതായത് സ്വന്തമാക്കി തീർത്തു എന്ന് നാം അറിയുന്നത് നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് കൊണ്ടാണ്. അതായത് ദൈവത്തിൻ്റെ ആ എന്താണ് പറയുന്നത്, ഉടമസ്ഥാവകാശം ഇപ്പോൾ ഇനി ദൈവത്തിനാണ്. നാം നമ്മുടെ ഉടമസ്ഥരല്ല. പിന്നെ നമ്മുടെ ഉടമസ്ഥൻ ആരാണ്? ദൈവമാണ് നമ്മുടെ ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെയും ഉടമസ്ഥൻ. അതുകൊണ്ടാണ് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ് വിശ്വാസത്താലെ നാം ദൈവ മക്കളായി തീരുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെയധികം പോരാട്ടങ്ങളുണ്ട്. കാരണം ഈ ലോകവും അതിൻ്റെ മോഹവും ആരുടേതാണെന്ന് നമുക്കറിയാം. ശത്രുവായവനാണ് അതിന്മേൽ വാഴുന്നത്. ഈ ലോകം ഭൂമി ദൈവം സൃഷ്ടിച്ചതാണ്. എങ്കിലും അവിടെ അവൻ ആധിപത്യം സ്ഥാപിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണല്ലോ ഈ ആധിപത്യം അവന് കിട്ടിപ്പോയത്. അപ്പോൾ കർത്താവ് ആ ആധിപത്യം തിരിച്ചു പിടിച്ച് നമ്മെ ഏൽപ്പിക്കുന്നു. നമ്മെ ഏൽപ്പിക്കുന്നത് കർത്താവ് മരിച്ച്, കർത്താവ് പുനരുത്ഥാനം ചെയ്തു, അതിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നാം അതിന് ശക്തിയുള്ളവരായി തീരുന്നത്. ഈ ആധിപത്യം, സകല അധികാരവും കർത്താവ് വീണ്ടെടുത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ എഫേസ്യ ലേഖനം 6:12 എന്താണ് പറയുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് നിരന്തരമായ ഒരു പോരാട്ടമാണ്. എന്തിനെതിരെയുള്ള പോരാട്ടമാണ്? ജഡരക്തങ്ങളോടല്ല, പിന്നെ എന്താണ്? വാഴ്ചകളോട്. വാഴ്ചകളെന്ന് പറയുമ്പോൾ ഈ വാഴ്ചകളോടും അധികാരങ്ങളും എന്താ? ദുഷ്ടൻ്റെ അധികാരത്തോടാണ്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടാണ്.
അതുപോലെ സ്വർഗ്ഗലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ്, അതായത് പൈശാചിക ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ നിരന്തരമായ പോരാട്ടമാണ് ഒരു ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ വക ശക്തികളിന്മേലൊക്കെ ജയമുണ്ടാകുകയാണ്. അങ്ങനെയാണ് നിരന്തരമായ പോരാട്ടത്തിൽ കൂടെ ക്രിസ്തീയ ജീവിതം ഒരു ജയജീവിതമായിട്ട് നമുക്ക് തീരുന്നത്. അപ്പോൾ നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എന്നാൽ പഴയ നിയമ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. മനുഷ്യരുടെ ശരീരത്തിൽ ദൈവം വസിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിച്ച പലരുമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉപദേശം സ്വീകരിച്ചവർ പലരുണ്ട്. അതായത് യോസേഫിനെ കുറിച്ച് നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ എന്നായിരുന്നു. അതുപോലെ ദാനിയേൽ, അതുപോലെ മോശ. എന്നാൽ ഇവർക്കൊക്കെ ഒരു പ്രത്യേക ദൗത്യമുണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ചിരുന്ന ചില ജോലികൾ, അത് ചെയ്യാനായിട്ട് ദൈവം അവരെ ആത്മാവ് കൊണ്ട് നിയന്ത്രിച്ച് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരോട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപദേശിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ വസിച്ചതായിട്ടല്ല നാം കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള സഭയിലുള്ളവർ, അതായത് കർത്താവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുകയാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കൂടെ ത്രൂ ഔട്ട് ദ ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം വരെയും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കാണുന്നുണ്ട്. എന്നാൽ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നത് ഇന്ന് ദൈവമക്കളിൽ കൂടെ പ്രവർത്തിക്കുന്നത് പോലെ, ഇന്ന് ദൈവമക്കളിൽ വസിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 2-ാമത്തെ എന്താണ് പറയുന്നത്? ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ദൈവാത്മാവ് ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ തന്നെയും നമുക്ക് പറയാം, ഇന്ന് മനുഷ്യ ഹൃദയത്തിൽ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം അവിടെ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ പണിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശലോമോൻ്റെ ദേവാലയത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാകും ദൈവം എങ്ങനെയാണ് അവിടെ ഇറങ്ങി വന്ന് ദൈവാത്മാവിൻ്റെ ആ പ്രസൻസ് അവിടെ ആ ഫീൽ ചെയ്യിപ്പിച്ചതെന്ന്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശലോമോൻ പ്രാർത്ഥിച്ചു, അതായത് ദൈവാലയമൊക്കെ ഉണ്ടാക്കി, അത് പ്ലാനൊക്കെ വളരെയധികം ചിന്തിച്ച്, അതായത് സമാഗമന കൂടാരത്തിന് കൊടുത്തിരിക്കുന്ന ആ നിയമമൊക്കെ പാലിച്ചുകൊണ്ടായിരുന്നു ആ ദേവാലയം ഉണ്ടാക്കിയത്. അപ്പോൾ തന്നെ ശലോമോൻ പ്രാർത്ഥിച്ചു അതായത് ആ സമർപ്പണ ദിവസം, അതായത് പണിഞ്ഞു കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പ്രസൻസിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു എന്ന് നാം കാണുന്നു. യഹോവയുടെ ആലയത്തിൽ ആ യഹോവയുടെ തേജസ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രസൻസ് വരികയാണ്. ആ പ്രസൻസ് വന്നപ്പോൾ പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ പോലും സാധിച്ചില്ല. അത്ര ഷെക്കീന, അതായത് ആ മഹത്വം തേജസ്സാണ് അവിടേക്ക് ഇറങ്ങിയത്. അപ്പോൾ മറ്റുള്ളവർക്കത് അവിടെ നിൽപ്പാൻ പോലും, അല്ലെങ്കിൽ അവിടെ പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ പുതിയ നിയമസഭയെന്ന് പറയുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റായ എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിലേക്ക് ദൈവം വരുമ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യമല്ല അവിടെ നടക്കുന്നതെങ്കിലും നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നാം ആ ഉൽപ്പത്തി പുസ്തകം 1-2 കണ്ടതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്.
അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം അത്ര വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആളുകളെ ഉപദേശിച്ചും വഴി നടത്തും ഒക്കെ ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്ന് ഈ ഇപ്പോഴത്തെ സഭയുടെ, അതായത് ഗ്രേസ് നിമിത്തം, അതായത് ദൈവത്തിൻ്റെ കൃപയാലേ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് ടാഞ്ചിബിളായിട്ടുള്ള ഒരു രീതിയിലല്ല എങ്കിൽ തന്നെയും ഒരു വലിയ മാറ്റമാണ് നമ്മളിൽ ഉണ്ടാകുന്നതെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം, എത്രമാത്രം ദൈവത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് അത് നമ്മെ ശുദ്ധീകരിക്കണം. നമ്മെ ശുദ്ധീകരിക്കുന്ന വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് നാം അനുവദിച്ചു കൊടുക്കണം. നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. അപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനം 5:28-29 സഭയും കർത്താവുമായിട്ടുള്ള ബന്ധം, ഭാര്യാഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധം, അത് എത്ര ദൈവികമായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് പറയാനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം അവിടെ വെളിപ്പെടുന്നുണ്ട്. എന്താണ്? അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? സ്വന്തം ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു ഭവനമാണ്. അത് നമ്മുടെ ആത്മാവും പ്രാണനും വസിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നാം ശരീരത്തെ ടേക്ക് കെയർ ചെയ്യണം, നമ്മൾ പരിപാലിക്കണം നമ്മുടെ ശരീരത്തെ. അതുപോലെ ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ വേണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലാകും. 29-ാമത്തെ വാക്യമാണ്, ആരും തങ്ങളുടെ ശരീരത്തെ പകയ്ക്കരുത്. അതായത് ഈ ശരീരം അത്ര മോശമാണെന്ന് വിചാരിച്ച് അതിനെ തള്ളിക്കളയരുത്. എന്താണത്? ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മുടെ പ്രാണൻ വസിക്കുന്ന ഇടമാണ്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഹോവയുടെ തേജസ് ശലോമോൻ്റെ ദേവാലയത്തിൽ നിറഞ്ഞു എന്ന് നാം വായിക്കുന്നത് പോലെ തന്നെ യഹോവയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആത്മാവിനെ അനുസരിച്ച് വേണം നാം പിന്നീടുള്ള ജീവിതം നമ്മൾ നയിക്കാനായിട്ട്. 1 കൊരിന്ത്യർ 3:16-23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത്. എന്നാൽ അതിന് മുമ്പുള്ള വാക്യങ്ങളും, അതായത് 1 കൊരിന്ത്യർ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിച്ചാൽ നമ്മുടെ പ്രവൃത്തികളെ ദൈവം വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 3:16 വാക്യത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു എന്നറിയുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തെ പരിപാലിക്കണമെന്നുള്ളതാണ്, ശരിയായ വിധത്തിൽ പരിപാലിക്കണം. 18-ാമത്തെ വാക്യം പറയുന്നത് ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ കൂടെ അല്ല നമ്മൾ നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും ദൈവാത്മാവിനെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ ശരീരത്തെ പരിപാലിക്കേണ്ടത്. അതായത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണം ഇതിനായിട്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്താണ്? ദൈവസന്നിധിയിൽ ഭോഷത്വമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ എന്താ ചെയ്യേണ്ടത്? ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. അതായത് നമുക്ക് തന്നെയും പ്രശംസിപ്പാനൊന്നുമില്ല,
മറ്റാരെങ്കിലും അവരിലും നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ വരുവാനുള്ളതോ ഇതൊന്നും പ്രശംസിക്കാനുള്ളതല്ല. പിന്നെ എന്തിലാണ്? നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ പ്രശംസിക്കേണ്ടത്. നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് എന്തിലാണ്? ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമായിട്ട് ദൈവം കരുതുന്നതെന്ന്. അപ്പം ഈ 18ാമത്തെ വാക്യം എന്താണ്? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. അതായത് ക്രൂശിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മുടെ ആത്മാവും പ്രാണനും ഒക്കെ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരം വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നതുമൊക്കെ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ്. അപ്പോൾ ആ ക്രൂശിൻ്റെ വചനമാണ് നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൂശിൻ്റെ വചനം ഈ ലോകത്തിലെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്കത് വെറും ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ദൈവമക്കൾക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായിട്ട് ചോദിക്കുന്നത്, ഈ ലോകത്തിലെ ജ്ഞാനി എവിടെ? നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ഈ ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അഥേനയിൽ വെച്ച് അവിടെ അനേകം ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എപ്പിക്യൂരിയരും സ്തോയിക്കരും, അതായത് എപ്പിക്യൂറിയൻ ഫിലോസഫി, സ്റ്റോയിക് ഫിലോസഫി, ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നവർ, അവരെയാണ് തത്വജ്ഞാനികളും വലിയ ആളുകളുമായിട്ടൊക്കെ ലോകം കണ്ടിരുന്നത്. അപ്പോൾ അവരോട് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കാൻ പോകുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു. ഈ വിടുവായൻ എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നതെന്നാണ്. അതായത് പൗലോസ് അപ്പോസ്തലനെ, ക്രൂശിൻ്റെ വചനത്തെ ശുശ്രൂഷിച്ച പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഈ ലോകത്തിൻ്റെ തത്വജ്ഞാനികൾ പറയുന്നത് എന്താണ്? ഈ വിടുവായനെന്ന് പറഞ്ഞാൽ ബാബ്ലർ, അതായത് വെറുതെ സംസാരിക്കുന്നവനെന്നാണ്. അതാ ഈ വിടുവായവൻ, ഇവൻ എന്തായി പറയുന്നതെന്നൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ പറയുന്നു. ആരായി പറയുന്നത്? ഈ ലോകത്തിലെ തത്വജ്ഞാനികളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവൻ എന്തുവാ ഈ പറയുന്നത്? അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയുമാണോ? എന്തുവാ ഈ പുനരുത്ഥാനമെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർക്ക് മനസ്സിലാകുന്നത് ഈ ലോകത്തിൽ എങ്ങനെ കാണുന്നു, നമ്മുടെ ശരീരത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കുന്നു എന്നൊക്കെ അവർ കുറേ വിശകലനങ്ങളൊക്കെ അവരുടെ തത്വചിന്തകൾ അനുസരിച്ച് പറയും. അതാണ് അവർക്ക് ജ്ഞാനമായിട്ട് തോന്നുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്നും ഒരു ഉയർന്ന മേഖലയിലേക്ക് പോയിട്ട് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മാവിന് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ലോകത്തിലെ ജ്ഞാനികൾ എന്താ പറയുന്നത്? അവൻ വിടുവായനാണെന്ന്. അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നു, ഇവൻ എന്തോ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്, അവന് ബുദ്ധിയില്ല, അവൻ ഭ്രാന്തനാണെന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ കർത്താവ് എന്തോ പറയുന്നത്? സങ്കീർത്തനങ്ങൾ 94:11 പറയുന്നത് എന്താണ്? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. ഇതെല്ലാം വാനിറ്റിയാണ്, കടന്നു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. മനുഷ്യൻ്റെ ഉള്ളിലെ ഇങ്ങനെയുള്ള വിചാരങ്ങൾ പിന്നെ നിലനിൽക്കുന്നത് എന്താണ്? ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവാത്മാവോട് ചേർന്ന് നാം നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് ദൈവത്തിന് പ്രിയമായിട്ടുള്ളത്. അതായത് ദൈവാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ അതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടം. അതായത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറയുന്നത് ഇതാണ്. അതായത് ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഈ മർത്യശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ നാം ദൈവിക ചിന്തകളാൽ ദൈവത്തോട് അടുപ്പമുള്ളവരായി, ദൈവത്തോട് ബന്ധമുള്ളവരായി തീരുകയാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ
നാം ആത്മാവിന്, അതായത് ദൈവത്തിന് സ്വന്തമായി തീരുകയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:30 പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ ബഹുമാനിച്ചുകൊണ്ട് വേണം നമ്മുടെ സംസാരങ്ങൾ, ചിന്തകൾ, പ്രവർത്തികൾ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വാസ്തവത്തിൽ ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതായത് ഉൽപ്പത്തി പുസ്തകം 3:8 പറയുന്നത്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ദൈവം എന്നും വന്ന് അവരോട് സംസാരിക്കുമായിരുന്നു. അവരോട് സംസർഗത്തിലിരിപ്പാൻ കർത്താവ് ആഗ്രഹിച്ചു. അപ്പോൾ പാപം അവരിൽ വന്നപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അവർക്ക് അകൽച്ചയുണ്ടായത്. അപ്പോൾ അവർ മർത്യ ശരീരത്തിലാണ് വസിക്കുന്നത്. ദൈവാത്മാവ് അപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തേജസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവവുമായിട്ട് അവർക്ക് അങ്ങനെ ഒരു നല്ല ബന്ധമായിരുന്നു. പാപം വന്നപ്പോൾ ആ ബന്ധത്തിന് അകൽച്ചയുണ്ടായി. അതുകൊണ്ട് പിന്നീടും കർത്താവ് അവരോട് കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം 25:8-9 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് കർത്താവ് അത് ആഗ്രഹിച്ചത്? മനുഷ്യൻ പാപം ചെയ്തു. അപ്പോൾ ആ പാപാവസ്ഥയിൽ അവരോട് കൂടെ നടക്കാൻ കർത്താവിന് പ്രയാസമാണ്. കർത്താവെന്ന് പറഞ്ഞാൽ തന്നെ വിശുദ്ധിയാണ്, വിശുദ്ധിയുടെ മൂർത്തീഭാവമാണ്. അപ്പോൾ കർത്താവ് അവരോട് കൂടെ വസിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, വിശുദ്ധീകരിക്കപ്പെട്ടവരെ, അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കുന്നവരുടെ അടുത്തേക്ക് കർത്താവ് വീണ്ടും വരാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ സമാഗമന കൂടാരം അവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്നാൽ അതും കഴിഞ്ഞിട്ട് അതൊക്കെയും അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. മനുഷ്യർ കർത്താവിൽ നിന്നും തെറ്റി ഒഴിഞ്ഞ് മറ്റാരാധനകളിലേക്കും ഒക്കെ പോയി. എങ്കിൽ തന്നെയും വീണ്ടും കർത്താവ് വരികയാണ് മനുഷ്യനായിട്ട്. അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:14 എന്താണ് പറയുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോഴും കർത്താവ് നമ്മുടെ ഇടയിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ മനുഷ്യനായി വന്നത്. ഇനി നിയമപ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണപ്രകാരം മനുഷ്യന് വിശുദ്ധി സാധ്യമല്ല. അത് കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ യാഗമായി അർപ്പിച്ച് അതിൽ ഉള്ള വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത്. എഫേസ്യ ലേഖനം 2:14-16 ഒക്കെ വാക്യങ്ങളിൽ പറയുന്നത്, ആദ്യം യഹൂദന്മാരോട് മാത്രമായിരുന്നു ദൈവം അവരെ രാജകീയ പുരോഹിതന്മാരായി നിയമിച്ചത്. അപ്പോൾ പിന്നീട് ദൈവം ജാതികളെയും വിടുവിക്കാൻ, അത് നേരത്തെയുള്ള പ്ലാൻ തന്നെയാണ്. യഹൂദനിൽ കൂടെ അത് സാധിപ്പിക്കണമെന്നായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിന് ശേഷം കർത്താവ് എന്താണ് ചെയ്യുന്നത്? ആര് വന്നാലും, ആര് കർത്താവിൽ വിശ്വസിച്ചാലും, യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ ഒന്നുമില്ല, ആര് വന്നാലും കർത്താവിനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം സാധ്യമാക്കത്തക്കവണ്ണമാണ് കർത്താവ് മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽ തൊട്ട് അടിവരെ 2 ചീന്തിയത്. എന്നുവെച്ചാൽ ഇനി മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വേർപാടിൻ്റെ നടുച്ചുവറാണ് കർത്താവ് ഇടിച്ചു കളഞ്ഞത്. അങ്ങനെ സമാധാനമുണ്ടാക്കിക്കൊണ്ട് നമ്മെ എല്ലാവരെയും, അതായത് ദൈവത്തിൻ്റെ പ്രത്യേക ജനമെന്നോ ജാതികളെന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒന്നിച്ച് ഒരേ പുതുമനുഷ്യനാക്കി ക്രൂശിന്മേൽ വെച്ച് ദൈവത്തോടുള്ള ശത്രുത്വം ഇല്ലാതാക്കി
നമ്മെ എല്ലാവരെയും ദൈവത്തോട് നിരപ്പിപ്പാൻ കർത്താവിന് പ്രസാദം തോന്നി. അങ്ങനെ ആ ഏകാത്മാവിനാൽ, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാം കർത്താവ് ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. അതായത് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ടെന്നാണ് വചനം അത് 18-ാമത്തെ വാക്യം പറയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 12:1 പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പം നമ്മുടെ ശരീരങ്ങളെ തന്നെ നാം ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ജീവനുള്ള യാഗമായിട്ട്. അതായത് നമ്മുടെ ശരീരത്തെ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് പോലെ യാഗമൃഗങ്ങളെ അറുക്കുന്നത് പോലെ ഒന്നുമല്ല. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി കർത്താവിന് ജീവനുള്ള യാഗമായിട്ടാണ് അർപ്പിക്കുന്നത്. അതെങ്ങനെയാണ് അർപ്പിക്കേണ്ടത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണമെന്നിവിടെ പറയുന്നു. ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നാം എങ്ങനെ സൂക്ഷിക്കണം? എന്തൊക്കെ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്? വിശുദ്ധി വേണം, ആരോഗ്യം വേണം, നമ്മുടെ ശരീരത്തിലുള്ള ആരാധന ആവശ്യമാണ്, നാം ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ ഉത്സുകരായിരിക്കണം. ഇതൊക്കെയാണ് നാം നമ്മുടെ ശരീരത്തിൽ കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം വിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ആകുമ്പോൾ വിശുദ്ധി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആഹാരം ആവശ്യമുണ്ട്. ആഹാരം ആവശ്യമുള്ളതുപോലെ തന്നെ റെസ്റ്റ് വേണം. അതായത് നമുക്ക് വിശ്രമം വേണം, നല്ല ഉറക്കം വേണം. അപ്പോൾ ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ന്യായപ്രമാണ യുഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കർത്താവ് അനേക നിയമങ്ങൾ കൊടുത്തിരുന്നു. ജഡീക നിയമങ്ങളെന്ന് പറയാം. അതായത് വിശുദ്ധീകരണത്തിനുള്ള നിയമങ്ങൾ കർത്താവ് കൊടുത്തിരുന്നു. അതുപോലെ ഭക്ഷണത്തിനും ഒക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഭക്ഷണത്തിന് നിയമങ്ങൾ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ, മനുഷ്യൻ ആരോഗ്യമുള്ള നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതായത് അധികം ഫാറ്റുള്ളതും ഒക്കെ കഴിക്കരുത്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മളവിടെ വായിച്ചു നോക്കുമ്പോൾ നാം മനസ്സിലാകും. അതുപോലെ മദ്യപാനം പാടില്ല കൂടുതലായിട്ടുള്ളത്. പഴയ നിയമത്തിൽ ഇപ്പം നമ്മൾ വചനം പഠിക്കുകയാണെങ്കിൽ അവിടെ മുന്തിരിച്ചാറും അതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. എന്നാലും മദ്യപാനം അത് പാപമായിട്ട് മാറുന്നുണ്ട്, അശുദ്ധി കൊണ്ടുവരുന്നുവെന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ പലരും പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഓവർ ഈറ്റിങ്, അതായത് നമ്മുടെ ശരീരത്തിന് ഇണങ്ങാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനൊക്കുകയുള്ളൂ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനവും ഹോളിനെസ്, അതായത് വിശുദ്ധിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇയ്യോബ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞാൻ നിയമം ചെയ്തിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിചാരത്തോടെ ഞാൻ ഒരു സ്ത്രീയെ നോക്കും? അപ്പോൾ കർത്താവ് തന്നെ എന്താണ് പറയുന്നത്? സ്ത്രീയെ മോഹത്തോടെ ദുർമോഹത്തോടെ നോക്കുന്ന ഒരു വ്യക്തി വ്യഭിചാരം ചെയ്യുന്നു. അവനിൽ അശുദ്ധി വന്നു കഴിഞ്ഞു, ആ വിചാരം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പാപങ്ങൾ, ദുർനടപ്പ്, അങ്ങനെയുള്ള ലൈംഗികമായ പാപങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റിക്കളയണം നമ്മുടെ ശരീരത്തിൽ നിന്നും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പിന്നെ എന്താണ് വരേണ്ടത്? നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രകടനം, അതായത് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർ മനസ്സിലാക്കണം. അതായത്
അതായത് നാം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ കൂടെ പുറത്തു വരണം. അതായത് ശരീരത്തിൽ കൂടെയാണ് ആ പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ, അങ്ങനെ ചില സൽപ്രവർത്തികളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടെ നാം ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ പുറകിലെ വിചാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സൽപ്രവൃത്തി അല്ലെങ്കിൽ ഒരു നന്മ പ്രവൃത്തി നാം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, മറ്റുള്ളവരുടെ മുൻപിൽ ആ ഒരു പേരിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ലാഭങ്ങൾ പ്രതീക്ഷിച്ചാണോ നമ്മൾ ചില നന്മകൾ ചെയ്യുന്നത്? ഇതൊക്കെ ദൈവം അറിയുന്നുണ്ട്. അപ്പം ദൈവത്തെ നമുക്ക് കളിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടെയാണ് പ്രകടമാകുന്നത്. അപ്പം ഈ ശരീരത്തെ നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ 3-ാം അധ്യായം, അതായത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം മുതൽ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുകയാണ്. അതായത് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് ഞാനത് പണിയുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിന്മേൽ, അതായത് നമ്മുടെ സഭയിലുള്ള പ്രവർത്തികളെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുള്ള നമ്മുടെ പ്രവർത്തികൾ, അത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അതായത് പൊന്ന്, വെള്ളി, അതായത് ശുദ്ധി ചെയ്ത വിശ്വാസത്തോടു കൂടെയുള്ള പ്രവൃത്തിയാണോ, ദൈവികമായിട്ടുള്ളതാണോ എന്നുള്ളതാണ് ഈ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നൊക്കെ പറയുന്നത്. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടൊക്കെ, അതായത് നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് വെന്തു പോകും. അതായത് അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതായത് നമ്മുടെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രതിഫലം കിട്ടാതെ മാറിപ്പോകുമെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. ഏത് ദിവസമാണ്? കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന ദിവസം. കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കർത്താവിന് നമ്മുടെ പ്രവൃത്തികളെ ശരിയായ വിധത്തിൽ വിലയിരുത്താൻ അറിയാം. അതുകൊണ്ട് നാം കർത്താവിനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചില സേവനത്തിലൊന്നും ആയിരിക്കരുത്. അങ്ങനെ സേവനം ചെയ്യാതിരിക്കുന്നത് ആണ് നമ്മൾക്ക് നല്ലത്. കാരണം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്. പക്ഷേ ഈ പ്രവൃത്തികൾ, നമ്മുടെ ശരീരത്തിൽ കൂടെ വരുന്ന ഈ പ്രവൃത്തികൾ നാം എന്തുദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നാം പരിശോധിക്കണം. 2 കൊരിന്ത്യർ 6:16 ഇങ്ങനെ വായിക്കുന്നു, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഇവിടെ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നാം ദൈവാലയമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിന് മറ്റൊരു വിഗ്രഹങ്ങളും പാടില്ല. നമുക്ക് മറ്റ് വിഗ്രഹങ്ങൾ ആവശ്യമില്ല. നമ്മൾക്ക് വിഗ്രഹാരാധനയില്ല. എന്താണ് ഇവിടെ വിഗ്രഹാരാധന എന്ന് വെച്ചാൽ? നമ്മുടെ പണത്തോടുള്ള മോഹം, പ്രശസ്തിയോടുള്ള മോഹം, സ്വാർത്ഥ താല്പര്യങ്ങളോടുള്ള ഇഷ്ടം, ഇതൊക്കെയും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആകാം ഈ ലോകത്തിലെ, ഇതിനോടൊക്കെ ദൈവത്തെക്കാളേറെ പ്രീതി ഇതിനോടൊക്കെ വരുമ്പോൾ ഇത് വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളായി മാറുകയാണ്. അപ്പോൾ ഈ വിഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കരുത് ഈ ആലയത്തിൽ. കാരണം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമുക്ക് ഈ ശരീരത്തിൽ മറ്റു വിഗ്രഹങ്ങളൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഇത് നമ്മൾ പ്രത്യേകമായിട്ടത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 8:23 എന്താണ് പറയുന്നത്? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇത് ആത്മാവെന്ന ആദ്യ ദാനം എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുന്നു. അതാണ് നമുക്കുള്ള ആദ്യ ദാനം, ആത്മാവിൻ്റെ അച്ചാരം എന്ന് പറയുന്നത്. അവിടെ എഫേസ്യ ലേഖനത്തിൽ ആ വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ
നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കാരണം ഈ മർത്യ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിപ്പാൻ, അതായത് നമുക്ക് ഉൾപ്രാപണം കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയ ശരീരം കർത്താവ് തരും. അപ്പോൾ അതിനെയാണ് വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ ഈ ഭൂമിയിൽ വെച്ചല്ല, നമ്മൾ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞിട്ട് നമുക്ക് ആ പുത്രത്വത്തിൻ്റെ അവകാശമായ ആ തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കും. അത് ലഭിക്കുന്നിടം വരെയും നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരങ്ങുകയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നാം മറ്റൊരു വാക്യം വായിക്കുകയാണെങ്കിൽ കൊരിന്ത്യർ 10:31, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തെ നാം ശരിയായ വിധത്തിൽ പരിപാലിക്കണം. പറഞ്ഞതുപോലെ ആരോഗ്യവും വിശുദ്ധിയും എല്ലാ കാര്യങ്ങളും, അതായത് ഈവൻ നമ്മുടെ സംസാരം വരെയും, അതായത് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ഉപ്പിനാൽ രുചി വരുത്തിയതും മറ്റുള്ളവർക്ക് കൃപയ്ക്കായി, അത് നന്മയ്ക്കായി ഉപകരിക്കുന്നതുമായിരിക്കണം നമ്മുടെ വാക്കുകൾ പോലും. അപ്പോൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സമയം ചിലവഴിക്കുന്നത് അതും ദൈവത്തിന് പ്രസാദമുള്ള വിധത്തിലാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ കാലത്ത് എന്തെങ്കിലും നമ്മൾ ഈ ഇതിൽ മൊബൈലിലൊക്കെ കാണുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് കണ്ട് നമ്മൾ ഓരോന്ന് വേണ്ടാത്തതൊക്കെയും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതിലെല്ലാം, അതായത് നമ്മുടെ ശരീരം കൊണ്ടാണല്ലോ നാം അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ്. ഈ നിയന്ത്രണത്തിനെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാനായിട്ട് അനുവദിക്കുക. നമ്മുടെ ഈ മന്ദിരത്തിൽ, അതായത് ഈ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നാൽ നമുക്ക് ഏറ്റവും നന്മയ്ക്കായിട്ടുള്ള ആ ഒരു തേജസ്കരണം നാം പ്രാപിക്കത്തക്കവണ്ണം കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അതിനായി ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇങ്ങനെയൊരു കൃപയിലൂടെ നമ്മെ രക്ഷിച്ചിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും കർത്താവിന്. പ്രൈസ് ദി ലോർഡ്.